സൗദിയിലെ രാജകുമാരൻ്റെ അതിദുരൂഹമായ മരണമാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തയായി ഇത് വന്നുകൊണ്ടിരിക്കുന്നു. അതായത് സൗദിയിലെ രാജകുമാരൻ, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുള്ള ബിൻ ഫഹദ് ബിൻ അബ്ദുള്ള ബിൻ അബ്ദുൽ അസീസ് ബിൻ ജലവി അൽ സൗദ് എന്നാണ്. 29 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളതിൻ്റെ ദുരൂഹമായ പല ഏടുകളും പല കാഴ്ചകളും കടന്നാണ് ഇപ്പോൾ ആ വാർത്തയുടെ നിർണായകമായ വിവരങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. 29 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. അടുത്ത കിരീടാവകാശികളിൽ ഒരാൾ. അതായത് സൗദി രാജവംശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജാവ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ്, ഇല്ലെങ്കിൽ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഒരു രാജാവ് വരുന്നത് എന്നുള്ളതാണ്. ആ രാജാവ് നിയുക്ത ഒരു സ്ഥാനത്തേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇദ്ദേഹം അനൗൺസ് ചെയ്യുമല്ലോ. ആ അനൗൺസ് ചെയ്യപ്പെടുന്നത് ആരുമാകാം. അതായത് നിയതമായിട്ടുള്ള ഒരു സംവിധാനം അവർക്കുണ്ട്, അതിനനുസരിച്ചാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ രാജാവിൻ്റെ മക്കളിൽ ഏറ്റവും കാര്യപ്രാപ്തിയുള്ള ആൾ, ഏറ്റവും നയിക്കപ്പെടേണ്ട ആൾ, അങ്ങനെ ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ടായിരിക്കും ഈ തീരുമാനമൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഏതായാലും സംഭവം നടക്കുന്നത് ലണ്ടൻ കെൻസ്റ്റിങ്ടണിലെ മാരിയറ്റ് ഹോട്ടലിലാണ്. രാജകുമാരൻ അവിടെ വരുന്നു, അവിടെ റൂം എടുക്കുന്നു. 600 യൂറോ വാല്യൂ ഉള്ള ഒരു റൂമാണ് എടുക്കുന്നത്. അത്യാഡംബര ഹോട്ടലാണ്. നമുക്കൊക്കെ സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ഒരു ആഡംബര ഹോട്ടലാണത് എന്നുള്ളതാണ്. ഈ സൗദിയിലെ രാജകുമാരന്മാർ, ഇല്ല സൗദിയിലെ എന്ന് മാത്രമല്ല, സൗദി, ഖത്തർ, കുവൈറ്റ്, യുഎയിലെ തന്നെ പല രാജ്യങ്ങളിലെ ഇവരുടെ എല്ലാം രാജകുമാരന്മാർ അല്ലെങ്കിൽ രാജാക്കന്മാരൊക്കെ യാത്ര ചെയ്യുന്നത് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്തിട്ടായിരിക്കും യാത്ര ചെയ്യുന്നത്. അത് മാത്രവുമല്ല, ഇവർ ഒറ്റയ്ക്കാവില്ല യാത്ര ചെയ്യുന്നത്. ഇവരോടൊപ്പം തന്നെ ഇവരുടെ അനുയായികളായിട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ, അത് ഇവരുടെ സേവകരായിട്ടുള്ള ആൾക്കാരുണ്ടാകും. ഇവരോടൊപ്പം യാത്ര ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാവും. അത് ഏത് രാജ്യത്താണോ ചെല്ലുന്നത് അവിടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാവും. അവിടുത്തെ ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ടായിരിക്കും, അവരുടെ ഉണ്ടാവും. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ലോക്കൽ പോലീസിൻ്റെ സുരക്ഷ പോലെ അവിടുത്തെ പോലീസിൻ്റെ കൂടി ഒരു പ്രൊട്ടക്ഷൻ, ഇല്ലെങ്കിൽ അവിടുത്തെ സൈന്യത്തിൻ്റെയൊക്കെ തന്നെ ഒരു പ്രൊട്ടക്ഷനും ഈ പറയുന്ന വിദേശത്ത് നിന്നെത്തുന്ന ഒരു ഭരണാധികാരി കൊടുക്കും. ഇദ്ദേഹത്തിൻ്റെ പ്രായം 25 എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം ആ ഹോട്ടലിലേക്ക് വന്നു. അവിടെയാണ് റൂമെടുത്ത് താമസിക്കുന്നത്. റൂമെടുത്ത് 6 ദിവസമാകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റൂമെടുത്ത് 6ാമത്തെ ദിവസമാകുന്നു. ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അവിടുത്തെ ആ ഹോട്ടലിലെ സ്റ്റാഫ് വരുമ്പോൾ അധിക കെയറോട് കൂടിയാണ് ഇവർ ക്ലീൻ ചെയ്യുന്നത്. കാരണം ഇത്രയും വലിയൊരു VIP ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ റൂമാണ്. ആ റൂമിലാണ് ഇവർ കടന്നു വരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ അവർ വരുന്നു. അവർ ക്ലീൻ ചെയ്തു തുടങ്ങുന്നു. 1ാമത്തെ പോർഷൻ അത് ക്ലീൻ ചെയ്ത്, അത്യാഡംബര ഹോട്ടലാണ്, പലവിധ ഫെസിലിറ്റികളുള്ളതുകൊണ്ട് ഓരോന്നായി ക്ലീൻ ചെയ്ത് വരുമ്പോൾ മുറിയിൽ അദ്ദേഹത്തെ കാണുന്നില്ല എന്നുള്ളതാണ്. മുറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിവിശാലമായിട്ടൊരു ബാത്റൂം ഏരിയ ഉണ്ട്, അതായത് അവരുടെ ഒരു ഷവർ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏരിയയിലേക്കൊക്കെ അവർ സ്വാഭാവികമായിട്ട് റൂമിൽ ബെഡിൻ്റെ അവിടെ കണ്ടില്ലെങ്കിൽ ഇദ്ദേഹം ബാത്റൂമിലുണ്ടാവും എന്ന് ഇവർ കരുതുന്നു. ഇവർ ക്ലീൻ ചെയ്ത് വരികയാണ്. ക്ലീൻ ചെയ്ത് ആ ബാത്റൂമിൻ്റെ അവിടെ എത്തി. പ്രത്യേകിച്ച് ശബ്ദമോ അനക്കമോ ഒന്നും കേൾക്കുന്നില്ല. ഇവർ ബാത്റൂമിൻ്റെ ഡോർ തുറക്കുമ്പോൾ നിലത്ത് വസ്ത്രം ധരിച്ച നിലയിൽ തന്നെയായിരുന്നു അദ്ദേഹം കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. ഇവർ ആദ്യം പരിശോധിച്ചു, വീണ് കിടക്കുന്നതാണോ, വീണതാണോ എന്താണെന്ന് അറിയില്ല. വന്ന് നോക്കിയപ്പോഴാണ് മരിച്ചു കിടക്കുന്നതായി കാണുന്നത്. ഈ സംഭവം നടക്കുന്നത് എന്ന് പറയുന്നത് 2025 നവംബർ 19-ാം തീയതിയാണ്. 19-ാം തീയതിയാണ് അദ്ദേഹം റൂം എടുക്കുന്നത്. 25-ാം തീയതിയാണ് അദ്ദേഹം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. ഇതിനെപ്പറ്റിയുള്ള ഈ ദുരൂഹമായ മരണത്തെപ്പറ്റി കൃത്യമായ ഒരു അന്വേഷണം നടത്താനായിട്ട് ലണ്ടനിലെ പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രസിദ്ധമായിട്ടുള്ള ഒരു ആഡംബര ഹോട്ടലിലാണ് മരിച്ചത് എന്നുള്ളത് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവിടേക്ക് ഒരു സുരക്ഷാ ലംഘനമുണ്ടായ ഒരാൾ വന്ന് കൊലപ്പെടുത്താനുള്ള സാധ്യതയൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ UK കോറണർ കോടതി ഉത്തരവിട്ടു. അതിൻ്റെ അന്വേഷണത്തിൻ്റെ രീതി എങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ വിവിധങ്ങളായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി. ആ അന്വേഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മരണകാരണം എന്താണ് എന്നുള്ള വിവരം പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ടോക്സിക്കോളജി റിപ്പോർട്ട് അനുസരിച്ച് UKയിലെ ഡ്രൈവിംഗ് പരിധിയേക്കാൾ 3 ഇരട്ടിയോളം മദ്യം അദ്ദേഹത്തിൻ്റെ രക്തത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ലണ്ടനിലെ ടോക്സിക്കോളജി റിപ്പോർട്ട് അനുസരിച്ച് UKയിലെ ഡ്രൈവിംഗ് പരിധിയേക്കാൾ 3 ഇരട്ടിയോളം മദ്യം അദ്ദേഹത്തിൻ്റെ രക്തത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. GHB ഗാമ ഹൈഡ്രോക്സി
ബുട്ടിറോയിറ്റ് എന്ന് പറയുന്ന പാർട്ടി ഡ്രഗ്, അതായത് കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ, ആങ്സൈറ്റി, ഉത്കണ്ഠ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ കഴിക്കുന്ന മരുന്ന്, ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ബ്ലഡിൽ കലർന്നതായിട്ട് പറയുന്നുണ്ടായിരുന്നു. സെനാക്സ് എന്ന് പറയുന്ന ഉത്കണ്ഠയ്ക്ക് കഴിക്കുന്ന, ആങ്സൈറ്റിക്കും ടെൻഷനും ഒക്കെ കഴിക്കുന്ന മരുന്നുകളുടെയും സാന്നിധ്യം കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം ദുരൂഹത ഉയർത്തുന്നുണ്ട്. ഇത് ശരീരത്തിൽ ഡയറക്റ്റായിട്ട് കയറിയതാണോ, അതായത് ആരെങ്കിലും കുത്തിവെച്ചതാണോ, ഇത് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്തിട്ട് വന്നതാണോ, കഴിച്ചിട്ട് വന്നതാണോ, ഇങ്ങനെയൊക്കെയുള്ള വലിയ തോതിലുള്ള ആശങ്കകൾ ഉണർന്നിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൻ്റെ സമയത്ത് തന്നെ ഇത് പുറത്തു വന്നപ്പോഴാണ് വന്നതെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ അന്വേഷണം പൂർത്തിയാക്കുകയായിരുന്നു. അപ്പോൾ ഇത് പ്രത്യേകിച്ച് രാജകുടുംബത്തിൽ അതിസമ്പന്നതയിൽ കഴിയുന്ന ആൾക്കാരാണ് ഇവരൊക്കെ എന്ന് പറയുന്നത്. ഇവരുടെ ജീവിതം നമുക്ക് സങ്കല്പിക്കാനോ നമുക്ക് എത്തി നോക്കാനോ കഴിയാത്ത തലത്തിലുള്ളതാണ്. അമിതമായിട്ടുള്ള പണം, സമ്പത്ത്, ഐശ്വര്യം, ഇതെല്ലാം ഉള്ള ഒരു ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ ആഘോഷത്തിൻ്റെ രീതി, ജീവിത ശൈലി, ഇതെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹം ഒരു പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട് എന്നുള്ളതിൻ്റെ വിവരങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ അവിടേക്ക് ഉപയോഗിക്കുന്ന ഡ്രഗുകൾ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ഇത് ആത്മഹത്യയാണോ അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്ത കൊലപാതകമാണോ എന്നുള്ള സംശയമായിരുന്നു ഒരു ഘട്ടം വരെയും നിലനിന്നിരുന്നത്. അതിനൊരു പരിഹാരം അല്ലെങ്കിൽ അതിനൊരു ഉത്തരമായിരിക്കുന്നു ഇപ്പോഴുള്ള ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഏതായാലും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണം അസ്വാഭാവികമായിട്ടുള്ളൊരു കൊലപാതകമോ ഇല്ലെങ്കിൽ മറ്റ് ബാഹ്യപ്രേരണയാൽ ഉണ്ടായ എന്തെങ്കിലും കാര്യമോ കൊണ്ടല്ല, ഈ അമിതമായ മദ്യത്തിൻ്റെയും ഡ്രഗിൻ്റെയൊക്കെ ഉപയോഗം മൂലമാണ് എന്ന് ഉള്ള ഒരു വിവരം വരുന്നത്. അത് മാത്രവുമല്ല, ലണ്ടനിലെത്തിയ ഈ രാജകുമാരൻ, അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം, അസീസ് ബിൻ ജലവി അൽ സൗദ്. സൗദ് എന്ന് പറയുന്ന അവരുടെ ക്ലാനിൻ്റെ പേരാണ്, അവരുടെ ഈ രാജവംശത്തിൻ്റെ പേരാണ്. അതിൽ നിന്നാണ് സൗദി എന്ന പേരുമൊക്കെ വന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് പിന്നാലെ അന്വേഷണം നടത്തുമ്പോൾ പറയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം, ഈ മയക്കുമരുന്നുകൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈ രാജകുമാരൻ അടിമപ്പെട്ടിരുന്നു. അദ്ദേഹം ലണ്ടനിലെ പ്രശസ്തമായ പ്രിയോറി ക്ലിനിക്കിൽ അടക്കം ചികിത്സ തേടിയിരുന്നു, ലഹരി വിമുക്തിക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്ക് വിധേയമായിരുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ ദുരൂഹത പൂർണ്ണമായും നീക്കിക്കൊണ്ട് ഈ മരണകാരണം എന്ത് എന്ന് പറയപ്പെടുന്നത്. ഏതാണ്ട് 9 മാസത്തെ ദുരൂഹതയാണ് ഈ രാജകുമാരൻ്റെ മരണത്തിന് പിന്നിൽ നിലനിന്നിരുന്നത് എന്നാണ്. ഈ വളരെ നാടകീയമായിരുന്നു. ഒന്ന് നോക്കൂ, ഏറ്റവും അത്യാഡംബരമായ, ഏറ്റവും സുരക്ഷയുള്ള ഒരു വ്യക്തി അത്രയേറെ ആഡംബരമുള്ള ഒരു ഹോട്ടലിൽ റൂമെടുത്ത് താമസിക്കുന്നു. 600 യൂറോയാണെന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം അവിടെ താമസിക്കുമ്പോഴാണ് ഇങ്ങനെ ദുരൂഹമായി ഒറ്റയ്ക്ക് മരിച്ച നിലയിൽ വെറും 29-ാം വയസ്സിൽ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. ഏറെ ദുഃഖകരമായിരുന്നു. സൗദി അങ്ങേയറ്റം ഒരു കടുത്ത മൗനത്തിലേക്കും ദുഃഖത്തിലേക്കും പോയ സമയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു ജീവിതാവസ്ഥയിലെത്തപ്പെട്ട രാജകുമാരൻ ഹൃദയാഘാതം മൂലം മരിച്ചു എന്നുള്ള വിവരം പുറത്തു വരുമ്പോഴാണ് ഇതിലെ ദുരൂഹത പൂർണ്ണമായും നീങ്ങുന്നതെന്നാണ്. ഏതായാലും ആ വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആ മരണം കൊലപാതകമല്ല, അതിൻ്റെ ദുരൂഹത ഹൃദയാഘാതം മാത്രമാണ് എന്ന്. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.